الحمد لله الذي أحسن كل شيء خلقه قدر لكل موجود رزقه نحمده تبارك وتعالى ونحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പരമാവധി ജീവിതത്തെ തഖ്വ കൊണ്ട് ധന്യമാക്കി തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുള്ള നല്ല ഒരു ജീവിതത്തിന് എല്ലാവരും ശ്രമിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗം നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സ്വഹാബി ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറയുന്നൊരു ചരിത്ര സംഭവമുണ്ട്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കെ മദീനക്കാർക്കിടയിൽ ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിരുന്നു പുറത്ത് നടക്കുന്ന കച്ചവടവും അതിൻ്റെ വിഭവങ്ങളും. അവിടുന്ന് അവർ ഒരു ആൾക്കൂട്ടമായിട്ടാണ് കച്ചവടത്തിൽ പോവലും വരവും ഒക്കെ. ഈ ജുമുഅന്റെ ഖുത്ബ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ സംഘമെല്ലാം കൂടെ മദീനത്തേക്ക് എത്തിയപ്പോൾ ആ ബഹളവും ശബ്ദവും എല്ലാം കേട്ടപ്പോൾ പള്ളിക്കകത്തുണ്ടായിരുന്ന സ്വഹാബിമാരിൽ പലരും പുറത്തിറങ്ങിപ്പോയി, അത് കാണാൻ പോയി. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ആ ബഹളവും ശബ്ദമെല്ലാം കേട്ടപ്പോൾ ഫബ്തദറഹ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ സ്വഹാബിമാരിൽ പലരും പുറത്തേക്ക് അത് കാണാൻ ഇറങ്ങിപ്പോയി. ഹത്താ ലം യബ്ഖ ഇല്ലാ 12 റജുല, ഒരു 12 ആളല്ലാത്തവരൊക്കെ പോയി. എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹു പോലെയുള്ള ചിലരല്ലാത്ത മറ്റു പലരും ഈ സമയത്തിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവരെ ഇറങ്ങിപ്പോകാനുള്ള കാരണം പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ അത് വിശദീകരിച്ചു പറയുന്നുണ്ട്. അവരിൽ 12 പുരുഷന്മാരും ഒരു സ്ത്രീയുമല്ലാത്തവർ ഇറങ്ങിപ്പോയി എന്നും, സാധാരണഗതിയിൽ അവർ എന്തൊന്നിലാണോ ഉള്ളത് അപ്പോഴെല്ലാം കച്ചവടക്കാർ വന്നാൽ അവർ ഇറങ്ങിപ്പോകാറുണ്ട്, അതുപോലെ അവർ ജുമുഅയെയും കണ്ടുപോയി. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, നിങ്ങൾ 12 ആളുണ്ടെങ്കിലും ഖുത്ബ നിർവഹിക്കാം, ജുമുഅ നിർവഹിക്കാം, 40 ആള് തികയണമെന്നില്ല എന്നുള്ളതൊക്കെ അതൊന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയം വെച്ചിട്ട് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവാരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, പടച്ചോനാണ് സത്യം. ലൗ തതാബഅതും, നിങ്ങൾ എല്ലാവരും അതുപോലെ ഇറങ്ങി പുറപ്പെട്ടു പോയിരുന്നുവെങ്കിൽ, ഹത്താ ലം യബ്ഖ മിൻകും അഹദാ, നിങ്ങളിൽ ഒരാൾ പോലും ഇവിടെ ഇല്ലാതെ ആയിരുന്നാൽ, ലസാല ബിക്കുമുൽ വാദീനാറാ, ഈ മദീനയുടെ താഴ്വാരം മുഴുവൻ തീ കൊണ്ട് ഒഴുകുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു. ജുമുഅയുടെയും വെള്ളിയാഴ്ചന്റെയും ഗൗരവമാണ് ആ പറഞ്ഞ വാക്കിലുള്ളത്. നിങ്ങൾ ഇതിനെ കാര്യമായും ഗൗരവമായും കാണാതെ പോയാൽ ഈ മദീനന്റെ താഴ്വാരങ്ങളിൽ നിങ്ങൾക്ക് അഗ്നി കാണാമായിരുന്നു. സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ തഫ്സീർ വായിക്കുമ്പോൾ കാണാം, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജുമുഅ എന്ന ഒരു അധ്യായമുണ്ട്. ജുമുഅയെ കുറിച്ചൊരു സൂറത്ത്. ആ സൂറത്തിലെ 11 ആയത്തുകളിൽ 11ാമത്തെ ആയത്ത് ഈ സന്ദർഭത്തിൽ ഇറങ്ങി, വഇദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഫദ്ദൂ ഇലൈഹാ വതറകൂക ഖായിമ. അവർ കച്ചവട സംഘത്തെ കണ്ടപ്പോ, അല്ലെങ്കിൽ വിനോദത്തിൻ്റെതായ ആളുകളെ കണ്ടപ്പോൾ അവർ അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് താങ്കളെ ഉപേക്ഷിച്ചുകൊണ്ടവർ പോയപ്പോൾ നബിയെ, താങ്കൾ അവർക്കിടയിൽ എഴുന്നേറ്റു നിൽക്കുകയായിരുന്നു, നിന്നുകൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നത്. കുൽ നബിയെ, അങ്ങനെയുള്ളവരോട് പറയണം, മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ, നിങ്ങളുടെ കച്ചവടത്തേക്കാൾ വിനോദത്തേക്കാൾ അള്ളാന്റെ അടുത്തുള്ളതാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണ് ഖുതുബക്ക് വൈകി വന്നത്? ഷോപ്പ്. എന്തുകൊണ്ടാണ് നീ സ്ഥിരമായിട്ട് ഖുതുബക്ക് നേരത്തെ എത്താത്തത്? എന്തെങ്കിലും നമ്മുടെ ദുനിയാവല്ലേ പറയാണ്ടാവുള്ളൂ. കുൽമാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ, കച്ചവട സംഘത്തേക്കാൾ ലഹ്വിനേക്കാൾ ഉത്തമമായത് പടച്ചവൻ തരുന്നതാണ്. എന്നിട്ട് ആയത്തിന്റെ അവസാനം കാണാം, വല്ലാഹു ഖൈറുർ റാസിഖീൻ, റിസ്ക് തരുന്നത് പടച്ചവനാണ്, നാട്ടുകാരല്ല. ഏറ്റവും ഉത്തമമായ റിസ്ക് തരുന്നവൻ അള്ളാഹുവാണ്. സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇതിനു മേലെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് ഈ പള്ളിയിൽ ബാധകമാണ്. ഈ ഖുത്ബ കേൾക്കുന്ന ഓരോ മനുഷ്യന്റെയും മനസ്സിലൊന്ന് എഴുതി വെക്കണം, എല്ലാ വെള്ളിയാഴ്ചയും ഓർമ്മയിലുണ്ടാവണം. ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് വേഗത കാണിക്കണം. വെള്ളിയാഴ്ചയിലെ ഖുത്ബയുടെ ഉത്ബോധനത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ട് വേഗത്തിൽ നേരത്തെ നിങ്ങൾ എത്താൻ ശ്രമിക്കണം. വദറുൽ ബൈ, നിങ്ങൾക്ക് ഹലാലായ കച്ചവടം നിങ്ങൾ ഇനി ഉപേക്ഷിക്കണം. ജുമുഅന്റെ സമയമായാൽ ഇനി കച്ചവടം ഹറാമായി മാറും. അതുവരെ ഹലാല. ജുമുഅന്റെ നിസ്കാരം കഴിഞ്ഞത് മുതൽ ഹലാലാണ്. അതുവരെ നിങ്ങൾക്കത് ഉപേക്ഷിക്കണം. ജുമുഅ കഴിഞ്ഞാൽ, നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചോളൂ, അള്ളാന്റെ റിസ്ക് തേടി നടന്നോളൂ, ഒരു പ്രശ്നവുമില്ല. സഹോദരങ്ങളെ, യഹൂദികൾക്ക് ശനിയാഴ്ച ദിവസം കൊടുത്തിട്ടുണ്ട് അവരുടെ ആരാധനാ കർമ്മങ്ങൾക്ക്. ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച ഒരു ദിവസം കൊടുത്തിട്ടുണ്ട്. എന്നാൽ നബിതങ്ങൾ പറയാണ്, എന്റെ ഉമ്മത്ത് അവരെക്കാൾ മുൻകടന്നിരിക്കുന്നു, അവർക്ക് വെള്ളിയാഴ്ചയാണ്. നമ്മളത് കഴിഞ്ഞിട്ടേ മറ്റോർക്കുള്ളൂ. നമുക്കാണ് ആ വിഷയത്തിൽ സ്ഥാനം കൂടുതൽ. ഭാരതന്മാരായ ഉലമാക്കൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എന്തുകൊണ്ട് അള്ളാഹു വെള്ളിയാഴ്ച ഇത്രമാത്രം ധന്യമാക്കാൻ തീരുമാനിച്ചത്? വഫീഹി ഖുലിഖ ആദം, ആദം നബിനെ സൃഷ്ടിച്ചത് ആ ദിവസമായിരുന്നു. വഫീഹി ഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചതും പ്രവേശിപ്പിക്കപ്പെട്ടതും ദിവസമായിരുന്നു. വഫീഹി ഉഖ്രിജ മിൻഹാ, അവിടുന്ന് പുറത്തേക്ക് ആക്കിയതും ആ ദിവസമായിരുന്നു. വഫീഹി തഖൂമുസ് സാ, അന്നായിരിക്കും അന്ത്യനാള് സംഭവിക്കുക. ഖിയാമത്ത് നാൾ ഈ അങ്ങനത്തെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് സംഭവിക്കുക. അതിനത്ര ഗൗരവം കൊടുത്തിട്ടുണ്ട്. വഫീഹി സാഅത്തുൻ, ആ വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. ലാ യുവാഫിഖുഹാ അബ്ദുൻ മുഅ്മിനുൻ യസ്അലുല്ലാഹു ഫീഹാ ഖൈറൻ ഇല്ലാ അഅതാഹു ഇയ്യാഹ്. ഒരു അടിമ, മുഅ്മിനായ മുസ്ലിമായ ഒരു അടിമ അള്ളാഹിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടാതെ പോകൂല. ഉത്തരം കിട്ടുന്ന ഒരു സമയം ഈ വെള്ളിയാഴ്ചയുടെ പകലിൽ കൊടുത്തിട്ടുണ്ട്. പ്രാർത്ഥിക്കേണ്ട ദിവസമാണെന്നാ പറഞ്ഞത്. സഹോദരങ്ങൾ, ഞാൻ ഇത്രയും സംസാരിച്ചത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ ജുമുഅ എന്നതും ഖുത്ബ എന്നതും കേവല ചടങ്ങുകളായി മാറുന്നുണ്ടോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിക്കാൻ വേണ്ടിയാണ്.
ആരെയും ആക്ഷേപിക്കാനും വിമർശിക്കാനൊന്നുമല്ല. പണ്ഡിതന്മാർ പറഞ്ഞതൊന്ന് വായിക്കൽ മാത്രം. അല്ലാമ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വെള്ളിയാഴ്ച ഫജ്റിന് ഓതാൻ സുന്നത്തുള്ളതും വെള്ളിയാഴ്ച ജുമുഅയിൽ ഓതാൻ സുന്നത്തുള്ളതും വെള്ളിയാഴ്ച ദിവസത്തിൽ ഓതുന്ന സൂറത്തുൽ കഹ്ഫും എല്ലാം പഠിപ്പിക്കുന്നത് പരലോകമാണ്, മരണമാണ്. കുല്ല തവഫാക്കും മലക്കുൽ മൗത്തിൽ ലദീ വക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. സജദ സൂറത്തിൽ സുമ്മ ഇന്ന അലൈനാ ബയാൻ സുമ്മ അവിടുന്ന് കാണാം ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. ഹിസാബാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ സുമ്മ ലാ യമൂതു ഫിഹാ വലാ യഹ്യാ, മരണം നരകത്തെ കുറിച്ചൊക്കെ പറയുന്ന രംഗമാണ് ഈ ആയത്തുകളിലൊക്കെ നിറയെ കാണാൻ സാധിക്കും നമുക്ക്. ആ ചിന്തയാണ് ഒരു വിശ്വാസിയെ മുഅ്മിനിനെ നയിക്കേണ്ടത് എന്നതുകൊണ്ടാണ് അത് പഠിപ്പിച്ചിരിക്കുന്നത്. അവിടുന്ന് കാണാം, മൻ തറക സലാസു ജുമഇൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും 3 വെള്ളിയാഴ്ച ദിവസങ്ങൾ മനഃപൂർവ്വം തഹാവുനം ബിഹാ, മനഃപൂർവ്വം ഒരു കാരണവുമില്ലാതെ ഉപേക്ഷിച്ചാൽ തബഅ അല്ലാഹു അലാ ഖൽബിഹി, അവന്റെ കൽബിൽ അല്ലാഹു മുദ്ര വെക്കും. അവൻക്ക് പിന്നെ ഈമാൻ കിട്ടൂല, പിന്നെ കൽബിലേക്ക് ഈമാൻ കയറൂല, അവന്റെ സീല് വെക്കപ്പെടുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇന്നും ജീവിച്ചിരിപ്പുള്ള സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ, സൗദിയിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ കിതാബിൽ പറയാണ്, ഒരാള് പള്ളിയിലേക്ക് ജുമാക്ക് നേരത്തെയാണ് വരേണ്ടത്. നേരത്തെയാണ് വരേണ്ടത്. നമ്മൾ പള്ളിയിൽ ആദ്യം എത്തുന്നത് ഖത്തീബാണ്, 10 മണിക്കെത്തും. പിന്നെ ആദ്യം വരുന്ന മനുഷ്യൻ 11:30 മണിക്കെത്തും. പിന്നെ ഒരാൾ 11:45 സ്ഥിരം ഞാൻ കാണുന്ന കാഴ്ചയാണ്. എന്നും അവരാണ് ആദ്യം എത്താറുള്ളത്. എപ്പോഴെങ്കിലൊക്കെ മോഹം തോന്നാറുണ്ട്, ഈ സ്ഥാനത്ത് വേറെയും നാട്ടുകാരുണ്ടല്ലോ, അവർക്കൊക്കെ ഈ പോസ്റ്റ് വേണ്ടേ? നേരത്തെ എത്താൻ, അതിന്റെ ആദ്യം എത്തിയ പ്രതിഫലം വാരിക്കൂട്ടാൻ ഒരു മത്സരം ഇവിടെ നടക്കുന്നില്ലല്ലോ, താല്പര്യം കാണുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോകാറുണ്ട്. എത്ര വർഷം? 4 വർഷമായി ഞാൻ ഈ കാഴ്ച കാണുന്നു. ഞാൻ ഓർമ്മപ്പെടുത്താണ്, നേരത്തെ എത്തുന്ന ഒരു കൗമിനെ കണ്ട് സന്തോഷിക്കാൻ നമുക്ക് ഈ നാട്ടിൽ, നമ്മുടെ നാടുകളിൽ ഒരു അവസരം ഉണ്ടാവില്ലേ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഖുതുബ തുടങ്ങിയപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? ഇപ്പൊ എത്ര പേരായി? ഇനി നമസ്കാര സമയമാകുമ്പോൾ നമ്മുടെ പള്ളിയുടെ കോലെന്തായിരിക്കും? അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, പണ്ഡിതന്റെ കിതാബിൽ പറഞ്ഞ വാക്കുണ്ട്, നേരത്തെ വന്ന ഒരു മനുഷ്യൻ അയാൾ എന്തു ചെയ്യേണ്ടതാണ്? സ്വലാത്തുൻ നാഫില, സുന്നത്തായി അദ്ദേഹത്തിന് നമസ്കരിക്കാം, 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കാം. പിന്നെയും വേണമെങ്കിൽ ബാങ്ക് കൊളിക്കുന്നത് വരെ അദ്ദേഹത്തിന് സുന്നത്തായി 2 റക്അത്ത് വീതം നമസ്കരിക്കാം. ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. എന്നാൽ ജുമാ തുടങ്ങിയാൽ, ബാങ്ക് വിളി കേട്ടാ പിന്നെ അവിടെ നിന്ന് നിസ്കാരം തുടരാൻ പാടില്ല. അവിടെ പിന്നെ കയറി വന്നവർ തഹിയ്യത്ത് മാത്രമാണ്. വദ്ദിക്രി, ധാരാളമായി പിന്നീട് ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. വൽ ഖിറാഅത്തി, ഖിറാഅത്ത് നടത്തിക്കൊണ്ടിരിക്കുക. വ ഇമാമിൽ ഖുതുബത്തി, ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ ഇമാമിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഖുതുബയിലേക്ക് ശ്രദ്ധിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വെള്ളിയാഴ്ച നമ്മൾ ഖത്തീബ് പടിഞ്ഞാറുന്ന് അങ്ങോട്ട് നിന്ന് സംസാരിക്കും. ജനങ്ങളെല്ലാം പടിഞ്ഞാട്ടിൽ സംസാരിക്കണം, കേൾക്കണം. ഈ സൈഡിലിരിക്കുന്നവരും ഈ സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നവരും ഇരിപ്പ് മാറ്റണം. അവരൊക്കെ അവരുടെ ഫോക്കസ് ചെയ്യേണ്ടത് ഖുതുബയിലേക്കാണ്. ഈ സൈഡിലേക്ക് ചാരിയിരിക്കുന്നവർ ഇങ്ങോട്ട് പടിഞ്ഞാറേക്ക് തിരിഞ്ഞിരിക്കണം എന്ന്. വതഹരീമൽ കലാം, അതേപോലെ തന്നെ സംസാരിക്കുക എന്നത് ഹറാമാണ്. നമ്മുടെ പള്ളിയിൽ ചിലർ കയറി വരും, എന്നിട്ട് കൈ കൊടുക്കണം, മുത്തിന് സലാം പറയണം, വർത്താനൊക്കെ ചോദിച്ചിട്ടാണ് പിന്നെ വന്ന് പള്ളിയിലിരിക്കുന്നത്. ഒരു ഖത്തീബ് ഒരു പള്ളിയിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുക, അവിടെ സംസാരിക്കാൻ ഒരു പഴുതുമില്ല നിങ്ങൾക്ക്, ഖത്തീബിനൊഴികെ. എന്തിവിടെ സംഭവിച്ചാലും ഹദീസ് ഞാൻ പറയാം. വല്ലദീ യഖൂലു ലിസാഹിബിഹി, ആരെങ്കിലും ഒരാളോട് സംസാരിച്ചാൽ അൻസിത്, ഒന്ന് മിണ്ടാതിരിക്ക് എന്നൊരു ഗൗരവമുള്ള കാര്യം പറഞ്ഞാൽ ഫലാ ജുമഅത ലഹു, അവന് ജുമഅ ഇല്ല. പണ്ഡിതന്മാര് പറഞ്ഞത് അവന് പരിപൂർണമായ ജുമഅന്റെ പ്രതിഫലം പോയി എന്നാണ്. ആ കസേരണ്ട് കാട്ട്, ഇന്നവിടെ നീങ്ങിരിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ടത് പോയി എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഫലാ ജുമഅത ലഹു, അവന് ജുമഅയുടെ പൂർണ്ണത ലഭിക്കില്ല. എന്നാൽ ഖുതുബ നടന്നുകൊണ്ടിരിക്കുക, ഒരാൾ കയറി വരുന്നു, അയാൾ സലാം പറഞ്ഞാലോ ആരും മടക്കണ്ട. അത് ഏത് പള്ളിയാലുള്ള നിയമമാണ്. വേണമെങ്കിലും ഇഷാറ കൈകൊണ്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട് എന്നുള്ള സൂചന പറയാൻ പാടില്ല. ആദ്യം ആരെങ്കിലും അറിയാതെ പറഞ്ഞാൽ തന്നെ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് വായ കൊണ്ട് സംസാരിച്ച് മടക്കാൻ പാടില്ല. അത് ജനങ്ങളുടെ സംസാരമാണ്. അതിന്റെ ഇടയിൽ ഒരാൾ
ഇതാ അത്വസ, ഒരാൾ തുമ്മിയാൽ അയാൾ അൽഹംദുലില്ലാ പറയാ. അപ്പൊ മറ്റോൻ യർഹമുക്കല്ലാഹ് പറയാ പാടില്ല. അയാൾ അൽഹംദുലില്ലാ പറയാം, അയാളിൽ മാത്രം ഒതുങ്ങാൻ പാടുള്ളൂ. ഇനി അയാൾ ഇനി ഉറക്കെ പറഞ്ഞാൽ പോലും അപ്പുറത്തിരിക്കുന്നവൻ യർഹമുക്കല്ലാഹ് പറയരുത്. ഇതൊക്കെ സാധാരണ നടക്കാറുണ്ട്. പക്ഷെ ജുമുഅന്റെ ഇടയിൽ അവിടെ ചില ഗൗരവമായ വസിയ്യത്തുണ്ട്. ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സാദുൽ മആദ് എന്ന കിതാബിൽ 133 കാര്യങ്ങളാണ് ജുമുഅയുടെ സവിശേഷമായ വിശേഷണങ്ങൾ എഴുതി കൃത്യമാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം കൂടി പറയുന്നില്ല. അത്തബ്കീറു ഫി ദഹാബി ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് നേരത്തെ പുറപ്പെടുക എന്നത് ഗൗരവമാണ്. നമ്മളോട് ചോദിക്കുക, എന്ത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എത്തിപ്പോണത്? എന്തിനാണ് അവസാന ബാങ്ക് കൊടുക്കുന്ന ടൈമിൽ ഷാർപ്പായി ഓടിക്കതച്ച് ഇങ്ങനെ എന്താ ഇങ്ങനെ ആവുന്നത്? എന്താണ് ഞാനൊരു 10 മിനിറ്റ് നേരത്തെ എത്തിയാൽ എന്താണ് എനിക്ക് സംഭവിക്കുക? നമ്മളെ കുറിച്ച് ചോദിച്ചു നോക്കി. നമ്മൾ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ്, നമ്മളായിരിക്കും ചിലപ്പോൾ മുതലാളി, നമ്മൾ തന്നെ ഇതായിരിക്കും അവസ്ഥയെങ്കിൽ നമ്മുടെ കടയിലെ സ്റ്റാഫുകളുടെയൊക്കെ ദയനീയാവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്ക്. ഇനി ഉലമാക്കന്മാര് പറയാം, ഇദാ സ്വല്ലാ അഹദുകുമുൽ ജുമുഅ ഫൽയുസല്ലി ബഅദഹാ അർബഅൻ. ജുമുഅയുടെ മുമ്പ് റവാത്തിബായ നമസ്കാരമില്ല, തഹിയ്യത്തായ നമസ്കാരമുണ്ട്. എന്നാൽ ജുമുഅ കഴിഞ്ഞാൽ അയാൾക്ക് 4 റക്അത്ത് വരെ റവാത്തിബായി നമസ്കരിക്കാം. 2 റക്അത്ത്. ഒരാൾ പള്ളിയിൽ നിന്ന് പോയി വീട്ടിലോ ഷോപ്പിലോ പോയിട്ടാണ് സുന്നത്ത് നമസ്കരിക്കുന്നതെങ്കിൽ അയാൾ 2 നമസ്കരിച്ചാൽ മതിയാകും എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച മര്യാദകളൊക്കെ വിശദീകരിക്കുമ്പോൾ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയാണ്, ചില പള്ളികളിൽ കാണാൻ സാധിക്കും അൽ-ലഹഖിയത ഫിൽ മകാനിൽ മസ്ജിദി, പള്ളിന്റെ ഇമാമിന്റെ സഫിന്റെ ഇമാമ് നിൽക്കുന്ന സ്ഥലത്തിന്റെ തൊട്ട് ബാക്കിൽ മൂപ്പര് നേരത്തെ 11 മണിക്ക് വന്നിട്ട് ഒരു കർച്ചീഫ് വെച്ചിട്ടാണ് പോകും. എന്നിട്ട് മൂപ്പര് ഷോപ്പിങ്ങും പർച്ചേസിങ്ങും എല്ലാം കഴിയുമ്പോൾ ആ സീറ്റ് അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. എന്നിട്ട് മൂപ്പര് 12:45 കയറി വരുമ്പോൾ ഈ സീറ്റ് കൊടുക്കണം. ബുക്കിംഗ് ഇല്ല. വെള്ളിയാഴ്ചയിൽ അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ ആദ്യം ആരാണോ പള്ളിയിൽ എത്തുന്നത് ഇരിക്കുന്നത് അയാൾക്കുള്ള സീറ്റാണ്. ബുക്ക് ചെയ്തിട്ട് പോക്കൊന്നും വെള്ളിയാഴ്ച ഖുത്ബയിൽ പള്ളിയിൽ നടക്കൂല എന്നാണ് ഉലമാക്കന്മാർ കൃത്യമായി പഠിപ്പിക്കുന്നത്. ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കുക എന്നത് എത്ര ഗൗരവമാണ്. വിശുദ്ധ ഖുർആനിൽ ആയത്ത് വഇദാ ഖുരിഅൽ ഖുർആനു, വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഫസ്തമിഉ ലഹു, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. വഅൻസിതു, നിങ്ങൾ നിശബ്ദമാകണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചേക്കാം. അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടണോ? ശ്രദ്ധിച്ച് കേൾക്കണം. വന്ന് ഇരുന്ന പാട് ഇന്നൽ ഹംദലില്ലാഹി നഹ്മദു എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയ ഉറക്കാണ്. ഇനി വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹ് പറയുമ്പോഴേ നീക്കുള്ളൂ. ഇതിന്റെ ഇടയിൽ ഓതുണ്ടാക്കാതെ പോയി നിസ്കരിക്കണ മനുഷ്യന്മാരുണ്ട്. നല്ല ഉറക്കറങ്ങിയിട്ട് ഓതുണ്ടാക്കാതെ പോയി നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഞാൻ ഒരു കാര്യം പറയാം, ഖുത്ബ നടന്നുകൊണ്ടിരിക്കെ ശ്രദ്ധിച്ച് കേൾക്കുക എന്ന വിഷയത്തിൽ ഖുത്ബയിലേക്ക് തിരിഞ്ഞ് ഇരുന്നു കൊണ്ട് ആ ഖുത്ബയെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. മൻ തകല്ലമ, അതിന്റെ ഇടയിൽ ആരെങ്കിലും സംസാരിച്ചാൽ ഫഹുവ കൽ ഹിമാർ, അവൻ കഴുതയെ പോലെയാണ്. യഹ്മിലു അസ്ഫാറ, ഭാരം ചുമക്കുന്ന കഴുതന്റെ മാതിരി ചുമക്ക് വന്നിട്ടുണ്ടെന്നല്ലാതെ ഒരു കാര്യം അവൻക്കില്ല എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് തന്നെ വന്ന് ഇരിക്കുന്ന ആളുകൾ ഖുത്ബ ശ്രദ്ധിക്കണമെന്ന മനസ്സോടെയാണ് ഇരിക്കേണ്ടത്. ഇടത് കൈകൾ പിറകിലേക്ക് ഒറ്റക്ക് കുത്തിയിട്ട് ഇരിക്കാൻ പാടില്ല. കാൽമുട്ടുകൾ രണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് മുട്ടുകുത്തിയിട്ട് പിടിച്ചിട്ടുള്ള ഇരുന്നുള്ള ഉറക്കം പാടില്ല, ഇരിക്കാനും പാടില്ല. അത് ഖുത്ബക്കല്ല, എപ്പോഴും. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ ഖുത്ബ ശ്രദ്ധിക്കുക എന്ന ഭാഗമായി നമ്മളെ ഖതീബിലേക്കാണ്, ഖുത്ബയിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ആര് എപ്പോ വന്നു എപ്പോ പോയി നിങ്ങൾ ആരും നോക്കണ്ട. ആരും ഉറങ്ങി, ആര് എപ്പോ ഉറങ്ങി, ആര് എപ്പോ ഉറങ്ങിയില്ല, ആരും നോക്കണ്ട. അതൊക്കെ നോക്കേണ്ട പണി ഖതീബ് ചെയ്യണില്ലെങ്കിൽ മൂപ്പരെ മാറ്റുക. അവിടെ എന്ത് ചെയ്യാന്നറിയോ? അവിടെ ഇരിക്കുന്ന ആളുകളുടെ കാര്യങ്ങളല്ല ശ്രദ്ധിക്കേണ്ടത് എന്ന്. ഗൗരവാണ്. കിതാബുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ ആ മസലകൾ കാണാൻ സാധിക്കും. നീ എന്തിനത് ശ്രദ്ധിച്ചു? അതാ ചോദ്യം ഉണ്ടാവുക. അവിടെയാണ് ഉലമാക്കന്മാര് പറയാണ്, നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അവിടെ നടക്കുന്ന ഖുത്ബയിലാകണം. വലാ യജൂസു അൻ യതസദ്ദഖ അല സായിലി വഖ്തൽ ഖുത്ബതി. ഫിഖ്ഹിന്റെ കിതാബിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങളൊന്നുമല്ല, എത്ര കൊല്ലങ്ങളായി ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുക.
ഖുതുബന്റെ ഇടയിൽ വന്നിട്ട് ഒരാൾ എനിക്ക് സ്വതക്ക ചെയ്യണം, ഞാൻ കണ്ണ് കാണാത്ത മനുഷ്യനാണ്, എന്നെ എല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇട്ടുകൊടുക്കുന്ന സ്വതക്ക ഹറാമാണെന്നോ? സാധാരണ നമ്മളൊക്കെ സ്വതക്ക ചെയ്യണമെന്നല്ലേ പറയാം. ഖുതുബന്റെ ഇടയിൽ സ്വതക്കയില്ല. കേരളത്തിന്റെ ദയനീയാവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അറബിയിൽ ഖുതുബ നടക്കുന്ന പള്ളികളിൽ ഖുതുബന്റെ ഇടയിൽ കൂടിയാണ് ബക്കറ്റ് ഇങ്ങനെ പോണാണ്, അതിങ്ങനെ പാറി നടക്കും. എന്തിനാണ് ഈ ബക്കറ്റ് ഈ സമയത്ത് കൊടുക്കണമെന്ന് ചോദിച്ചാൽ, ഖുതുബ കഴിഞ്ഞ് ആരും കിട്ടൂല, പൈസ കിട്ടൂല, അത് കിട്ടണമെങ്കിൽ ഇപ്പൊ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഖുതുബന്റെ ഇടയിൽ കൂടെയാണ് പോണത്. ഞാനതിനെ കുറ്റം പറയുന്നില്ല. ഖുതുബകളുടെ തുടക്കം തന്നെ ഒരു കളവുകൊണ്ടാണ്. അൽ ഹജ്ജു ഫുഖറാ, അൽ ഹജ്ജു ഈദുൽ ഫുഖറാഇ വൽ മസാകിൻ. ആര് പറഞ്ഞതാ? എവിടെ പറഞ്ഞതാ? ഏത് ഹദീസിൽ? അതുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. പിന്നെ അതിന്റെ ബാക്കി അവിടെ വരുന്ന കാര്യങ്ങളില്ലല്ലോ. എന്നിരുന്നാലും അവിടെ അതൊക്കെ നടക്കുന്ന സ്ഥിതിക്ക് ആ ബക്കറ്റ് പിരിവ് ഇതുപോലും പാടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ അത് സാധിക്കുക എന്നത് ചോദ്യം നമ്മൾ നമ്മളോട് മനസാക്ഷിയോട് ചോദിക്കേണ്ടത്. ഒമൻ മസ്സൽ ഹസാൻ, നബിതങ്ങൾ പറയാണ്, ആരെങ്കിലും ചെരൽ കല്ല് പിടിച്ച് കളിച്ചാൽ ഫഖദ് ലഗാ, അവൻ അനാവശ്യം ചെയ്തവനാണ്. വമൻ ലഗാ, ആരെങ്കിലും ഒരു ഖുതുബക്കിടയിൽ അനാവശ്യമായി വല്ലതും ചെയ്താൽ ഫലാ ജുമഅത ലഹു, അവന് ജുമഅ കിട്ടൂല, ജുമഅന്റെ പൂർണ്ണത കിട്ടൂല. അന്നത്തെ കാലത്ത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ട് കളിക്കാൻ കല്ലുകൾ ഉണ്ടായിരുന്നു, മണലിലായിരുന്നു അവർ ഇരുന്നിരുന്നത്. ഇന്ന് നമ്മൾ മൊബൈലിലാണ്. ഇവിടുത്തെ കാര്യമല്ല. പല പള്ളികളിലും ഒരാഴ്ചത്തേക്കുള്ള ഡാറ്റ ഡിലീറ്റ് ആക്കുന്നത് വെള്ളിയാഴ്ച വന്നിരുന്നിട്ടാ, ഷെയർ ചെയ്യാനുള്ളതൊക്കെ ഷെയർ ചെയ്യണത് വെള്ളിയാഴ്ച വന്നിരുന്നിട്ടാ. ഇവിടെ തന്നെ കാണാം, ജുമാ കഴിഞ്ഞാൽ പല ആളുകളും വന്ന് ഫാനൊക്കെ ഇട്ട് വന്ന് വിശ്രമിക്കാൻ വേണ്ടി വന്നിരിക്കേണ്ട. ഇരുന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്ന് ഒച്ചത്തിൽ നല്ല സൗണ്ടിൽ ഇങ്ങനെ റീൽസ് ഇരുന്ന് കണ്ടി. പുതിയ ചെറുപ്പക്കാർക്ക് ഇതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മുടെ ജുമുഅന്റെ ഇടയിൽ മദീനത്ത് മരുഭൂമിയിൽ കണ്ടിരുന്ന കല്ലുകൾ ഇങ്ങനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഖുതുബന്റെ ഇടയിൽ ചെയ്തവനെ പറ്റിയാ പറഞ്ഞത്. അവൻ അശ്രദ്ധയിലാണ്, അവൻ അനാവശ്യമാണ് ചെയ്തത്, അവന്റെ ജുമാ നഷ്ടപ്പെടും. ചിലർ വന്നിരിക്കും, എന്നിട്ട് അവന്റെ ലഹിയത്ത് താടിമ കളിച്ചുകൊണ്ടിരിക്കും, ചിലർ ഡ്രസ്സുമ കളിച്ചുകൊണ്ടിരിക്കും, ചിലർ മുടിമ കളിച്ചുകൊണ്ടിരിക്കും, ചിലർ കാർപ്പറ്റിന്റെ നൂല് പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. ഖുതുബ കഴിയുമ്പോഴത്തേന് അത്യാവശ്യം നൂല് പെറുക്കുണ്ടാവും. ഇതൊക്കെ ഖുതുബനെ കളയാണ്, ജുമുഅ പോവുകയാണ്. ഈ ഗൗരവം ഉലമാക്കന്മാർ അവരുടെ കിതാബുകളിൽ ഉൾക്കൊള്ളിച്ചു എന്നത് എത്ര കാലിക പ്രസക്താന്ന് ആലോചിച്ചു നോക്കി. ഒരു മനുഷ്യൻ തുമ്മിയാൽ യഹ്മദില്ലാഹ സിർറൻ, അയാൾ രഹസ്യമായിട്ടായിരിക്കട്ടെ ഹംദ് പറയേണ്ടത്. വയജൂസുൽ കലാമു, ഖുതുബയ്ക്ക് ഇടയിൽ ഒരാൾക്ക് സംസാരം അനുവദനീയമാണ്. ഖിബലൽ ഖുതുബത്തി, ഖുതുബയെ സംബന്ധിച്ച്. ഞാൻ പറഞ്ഞൊരു കാര്യം ഇവിടുന്ന് മനസ്സിലാകാതെ വരിക, ആയത്ത് ഞാൻ തെറ്റി ഓതി, വേറെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ എഴുന്നേറ്റ് വന്നിട്ട് തിരുത്തൽ ചോദിക്കാം. ഇങ്ങോട്ടായിരിക്കണം, ഇങ്ങോട്ടാകാൻ പാടില്ല എന്നർത്ഥം. അതേപോലെ തന്നെയാണ് ഉലമാക്കന്മാർ പറയാണ്, 4 വിഭാഗം ആളുകൾക്ക് മാത്രമേ ഇത് വാജിബല്ലാത്തതുള്ളൂ, അല്ലാത്തവരൊക്കെ ജുമുഅക്ക് വരണം. ആരാ 4 പേര്? 1 അബ്ദാണ്, അടിമ. 2 മരീദ്, രോഗിയാണ്. 3 മുസാഫിർ, യാത്രക്കാരനാണ്. 4 സബിയൻ, കുട്ടിയാണ്. അല്ലാത്തവരൊക്കെ ഖുതുബന്റെ കാര്യത്തിൽ അവർക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തപ്പോൾ, രോഗിയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ജുമഅക്ക് എത്താൻ വല്ല വഴിയുണ്ടെങ്കിൽ അയാൾ എത്താൻ ശ്രമിക്കണം. യാത്രക്കാരനാണ്, അയാൾക്കൊരു ജുമഅ കിട്ടുമെങ്കിൽ അയാൾ ജുമയിൽ പങ്കെടുക്കാൻ നോക്കണം. ഇനി ഇതിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ സ്ത്രീകളെ പോലെയുള്ളവരൊക്കെ ആണെങ്കിൽ അവർ ഇവിടുത്തെ ജുമഅ കഴിഞ്ഞതിന് ശേഷമേ അവർ ളുഹർ നമസ്കരിക്കാൻ പാടുള്ളൂ. അതിന്റെ അർത്ഥം സാധ്യമാകുമെങ്കിൽ അവർ ആ ജുമഅയിൽ എത്തിപ്പെടണമെന്നതിന്റെ സൂചനയാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ളുഹറിന് പകരമായ നമസ്കാരമല്ല ജുമുഅ എന്ന് മനസ്സിലാക്കുക. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദ്റക റകഅതൻ മിനൽ ജുമുഅത്തി, ഒരാൾ പള്ളിയിൽ വന്നു, സാധാരണ പോണ പോലെ അവസാനം ഓടി എത്തി വെക്കുമ്പോൾ ഇമാമിന്റെ 1ാമത്തെ റക്അത്ത് കഴിഞ്ഞ് 2ാമത്തെ സുജൂദിക്ക് എത്തിക്കണു, 2ാമത്തെ റക്അത്തിലെ സുജൂദിലെത്തിക്കണു. മൂപ്പര് പതുക്കെ സലാം വീട്ടിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ പോരാ, അദ്ദേഹം 4 നിസ്കരിക്കണം. അയാൾക്ക് ജുമുഅ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാൾക്ക് ഒരു റക്അത്ത് പോലും കിട്ടിയിട്ടില്ലെങ്കിൽ, അഥവാ 2ാമത്തെ റക്അത്തിലെ റുകൂഇലെങ്കിലും ഇമാമിന്റെ കൂടെ എത്തിയിട്ടില്ലെങ്കിൽ ഒരു വഷളത്തരും വിചാരിക്കേണ്ട, അയാൾ 4 റക്അത്ത് ളുഹർ നമസ്കരിക്കണം. ഇനിയോ ഖുതുബയെ കുറിച്ചും പറയുന്നുണ്ട്. ഖതീബുമാർക്കും ചില നിർദ്ദേശങ്ങളുണ്ട്. ഞാൻ എന്നോടും ഇനിയുള്ളവരോടും പറയാണ്, ഖുതുബകളിൽ ഹംദുലില്ലാ, അല്ലാഹുവിനുള്ള ഹംദ് തുടങ്ങണം.
വശഹാദത്താനി, 2 ഷഹാദത്തുകൾ പറയണം. വസ്സലാത്തു അലൻ നബി, നബിന്റെ പേരിൽ സ്വലാത്ത് ഉണ്ടാവണം. വസിയത്തുൻ ബി തഖ്വല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള വസിയത്ത് പറയണം. വമൗഇദത്തൻ, ജനങ്ങൾക്ക് നല്ല സാരോപദേശം കൊടുക്കണം. വഖിറാഅത്ത് ബി ആയത്തിൻ, ഒരായത്തെങ്കിലും ഓതിയിട്ട് ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കണം. ഇതുള്ള ഖുത്ബ സ്വഹീഹാണ്. ഇതില്ലെങ്കിൽ ഖുത്ബ സ്വഹീഹല്ല. പിന്നെ എന്തിനാണ് അത് മലയാളത്തിലാവുന്നത്? മലയാളത്തിൽ ആ കാര്യം പറഞ്ഞു കൊടുത്തെങ്കിൽ ജനങ്ങൾക്ക് മൗഇദത്താവുള്ളൂ, ഉപദേശാവുള്ളൂ. ഞാൻ ഈ പറഞ്ഞത് മൊത്തം അറബിയിൽ പറഞ്ഞാൽ ഈ കൗമിന് അടുത്ത ആഴ്ച എന്ത് മാറ്റാണ്ടാവുക? അതുകൊണ്ടാണ് മഹാരഥന്മാരായ ഉലമാക്കന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാഷയിൽ അറബിയിൽ സംസാരിച്ചുവെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ ഇവിടെ ജനങ്ങളോട് സംസാരിക്കാമെന്നത് സകല ഇമാമിങ്ങളും കിതാബുകൾ രേഖപ്പെടുത്തി. അതുകൊണ്ട് ആ കാര്യം നമ്മുടെ ഓരോ സന്ദർഭത്തിലും ശ്രദ്ധിക്കുക. ഖതീബുമാരും വളരെ ഗൗരവത്തോടെ കാണുക. ഖുത്ബയിൽ അവിടെ സ്വർണത്തിന് വില കൂടിയതും പെപ്സിന്റെ പ്രശ്നങ്ങളും കൊക്കക്കോളന്റെ പ്രശ്നങ്ങളും ഇസ്രായേൽ, അമേരിക്കയും ഇറാനും അതിന്റെ രാഷ്ട്രീയ വശങ്ങളൊക്കെ പറഞ്ഞ് മണിക്കൂറുകളോളം രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന അവസ്ഥയിലേക്ക് മാറാതിരിക്കാനും ഇസ്ലാമിനകത്ത് നിന്ന് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ, അതിന്റെ ആദാബുകൾ, അതിന്റെ ശറായിയായ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി ജനങ്ങൾക്ക് സാരോപദേശങ്ങൾ നൽകാനാണ് ഖുത്ബ എന്ന ഓർമ്മപ്പെടുത്തലെന്ന് ഉലമാക്കന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ശിആറുകളെ ബഹുമാനിക്കാനും ആദരിക്കാനും അതിനെ കൃത്യമായി കൊണ്ട് അതിന്റെ അദബുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും ഈമാനോടെ ജീവിച്ചുകൊണ്ട് മരിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കലുണ്ട്, പടച്ചോനെ നല്ല മുഅ്മിനാക്കി ഞങ്ങളെ മാറ്റണേ എന്ന്. യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ സ്വഭാവം വിശദീകരിച്ച ആയത്തുകൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു തീർച്ച. ആ മുഅ്മിനിന് ഇനി പറയുന്ന ഗുണമുണ്ടാകും. അല്ലദീനഹും ഫി സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നിസ്കാരത്തിൽ ഖുശൂഉള്ളവരായിരിക്കും. ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞ് ആദ്യം എടുത്ത് വിശദീകരിച്ചത് അവരുടെ നമസ്കാരമാണ്. അവർ നിസ്കരിക്കുന്നതിൽ എത്ര ഭക്തി കാണിക്കുന്നു എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാന അടയാളം. പക്ഷെ നമുക്കറിയില്ല എന്താണ് ഖുശൂ, എന്താണ് ഭയഭക്തി. ഉലമാക്കന്മാര് കൃത്യമായി ഇതിനൊരു നിർദ്ദേശം നൽകുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ നിന്റെ ഓരോ നിസ്കാരങ്ങളും നല്ല ഈമാനികമായി വർധനവുണ്ടാക്കാൻ, നമസ്കാരത്തിന്റെ അന്തസത്തയിലേക്ക് വരാൻ. ഇപ്പൊ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഒരു നമസ്കാരത്തിന്റെ യോഗ തുടങ്ങിയിട്ടുണ്ട്. നമസ്കാരത്തിന് ഒരു പ്രത്യേകമായ രൂപത്തിൽ ഒരു യോഗ പോലെ ഇങ്ങനെ ഒരു എക്സസൈസ് ഒക്കെ ആക്കിയിട്ട് കൊണ്ട് നടക്കുന്ന കുറെ ക്യാമ്പയിനുകൾ, അതിന് കുറെ പൈസ ഒക്കെ അടച്ച് ഫീസൊക്കെ അടച്ച് കുറെ ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാർ പോയി പങ്കെടുക്കുന്നുണ്ടെന്ന് കഴിഞ്ഞിട്ട് പറയും, ഇപ്പോഴാണ് എനിക്ക് ശരിക്കും നിസ്കാരം മനസ്സിലായത്. സൂഫികളെ കുറെ നിസ്കാരമുണ്ട്, ആ കോലത്തിലുള്ള പഠിപ്പിക്കലാണ്. ശരിക്കും ശ്രദ്ധിച്ചോളിട്ടോ. ഉലമാക്കന്മാര് പറയും, ഒരാളുടെ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവാൻ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1, തഖ്വ കാത്തു സൂക്ഷിക്കുക. എപ്പോ ജീവിതത്തിലും എന്നും ഏത് സമയത്തും നമ്മൾ ഹറാമിൽ നിന്ന് മാറി ഹലാലുകൾ അനുഭവിക്കുന്നവരായി മാറിയാൽ നമ്മുടെ നിസ്കാരത്തിൽ തഖ്വ വരുന്നു, ഭക്തി ഉൾക്കൊള്ളാൻ കഴിയുന്നു. നമ്മൾ പാപികളായി വന്ന് ദുഹ്റിസ്കരിക്കാൻ വന്നാൽ ആ പാപക്കറകൾ നമ്മുടെ നമസ്കാരത്തിനകത്ത് ഇങ്ങനെ തേട്ടി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഖുശൂ കിട്ടൂല. 2, മുനാജാത്ത്. ഇതൊരു മുനാജാത്ത്. ഞാൻ എൻ്റെ റബ്ബിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, എനിക്ക് കുറച്ച് പറയാനുണ്ട് എന്ന രൂപത്തിൽ ഞാൻ എൻ്റെ റബ്ബുമായുള്ള ഒരു രഹസ്യ സംസാരമാണ് എന്ന് നിസ്കാരത്തിന് ഉതുണ്ടാക്കി കൈകെട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. കേവല വർത്താനം ചടങ്ങുമായി അത് മാറരുത്.
3, ഞാൻ ആരുടെ മുമ്പിലാ നിൽക്കുന്നത്? നാട്ടിലൊരു ഓഫീസറുടെ മുമ്പിൽ, ഒരു MLA മുമ്പിൽ, MP മുമ്പിൽ തുണി താഴ്ത്തിയിട്ട് ഭക്തി പുരസ്സരം മുടിയൊക്കെ ചീകി നിൽക്കണ നമ്മള് പടച്ചോന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊരു നല്ല ബോധം, ഒരു ഫീലിംഗ് കൊണ്ടുവരണം. അപ്പൊ നിസ്കാരം ശരിയാവും. നിസ്കരിക്കണല്ലോ എന്ന് വിചാരിച്ച് വന്നു പോയാൽ അത് കിട്ടൂല എന്നർത്ഥം. 4, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തം പഠിപ്പിച്ചൊരു മര്യാദയാണ് സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ നമസ്കരിച്ചതുപോലെ നിങ്ങൾ നമസ്കരിക്കണേ. നബി പഠിപ്പിച്ച സുന്നത്തായ ഒരു രൂപങ്ങളുണ്ട്. നബിന്റെ സുന്നത്തിൽ വന്ന നമസ്കാരത്തിന് രൂപമുണ്ട്. ആ രൂപത്തിൽ നിസ്കരിക്കാൻ എന്റെ ബാപ്പ അങ്ങനെയാണല്ലോ, ഞാൻ പണ്ട് അങ്ങനെയാണല്ലോ പഠിച്ചത്, എന്റെ പള്ളിയിലെല്ലാവരും ഇങ്ങനെയാണല്ലോ നിസ്കരിക്കുന്നത് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാടുകളിലെ അവസ്ഥകൾ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു പള്ളിയിൽ ഒരു ജനാസയുടെ കർമ്മത്തിന് പോയി. രാത്രിയായി ജനാസ എടുത്ത് മറവ് ചെയ്യാൻ. അപ്പൊ സമയം ഒരുപാട്, കുളിപ്പിക്കലൊക്കെ എത്രയോ കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞു. എന്താണ് നിങ്ങൾ മയ്യത്തെടുക്കാത്തതെന്ന് ചോദിച്ചപ്പോ പള്ളിയിൽ മൗലൂദ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഒരു ജനാസ മറവ് ചെയ്യലാണോ പള്ളിയിൽ അരമണിക്കൂറിന്റെ പാട്ടുപാടലാണോ ഏറ്റവും ശ്രേഷ്ഠത എന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. നബിതങ്ങൾ പഠിപ്പിച്ച ചില മര്യാദകളുണ്ട് ഏത് കാര്യത്തിലും. നമസ്കാരത്തിനകത്തും പുറത്തും പാലിക്കാൻ പറഞ്ഞ ഇബാദത്തുകൾ ശരിക്കും പാലിച്ച് നിസ്കരിക്കുക. 5, സ്വലാത്തി മുവദ്ദിഇൻ, ഇതെന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കുമോ എന്ന് ചിന്തിച്ച് നിസ്കരിക്കുക. എന്ത് ഗ്യാരണ്ടി നമുക്കുള്ളത്? ഇന്നത്തെ അസർ ഗ്യാരണ്ടികൾ ആരാ അവിടെ ഉള്ളത്? ഇല്ല. അടുത്തൊരു നമസ്കാരം, അടുത്തൊരു ദിവസം ഉണ്ടെന്ന് ആർക്കവിടെ പ്രതീക്ഷ ഉള്ളത്? ആർക്കുമില്ല. ഇതെന്റെ അവസാനത്തെ നമസ്കാരമായിരിക്കും എന്നുള്ള ഒരു ചിന്തയിൽ നമസ്കരിക്കുക. 6, നമ്മുടെ നമസ്കാരം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശൈത്വാനിനെതിരെയുള്ള ശത്രുതയോടെ പിശാചിന്റെ ശർറുകളെ കരുതിയിരുന്നു കൊണ്ട് ജീവിക്കുക. 7, എപ്പോ നമസ്കരിക്കുമ്പോഴും ഒഴിഞ്ഞ് നമസ്കരിക്കാതെ മുൻപിൽ മറവെച്ച് നിസ്കരിക്കുക. ഒരു ചുമര് അല്ലെങ്കിൽ അവിടെ വെച്ചൊരു സുത്ര, എന്തെങ്കിലും ഒരു മുൻപിൽ മറയില്ലാതെ ഓപ്പണായി നിന്നങ്ങോട്ട് നമസ്കരിച്ച നമ്മുടെ മനസ്സും നമ്മുടെ നമസ്കാരത്തിനും അത് ഷെക്കിലുകൾ ഉണ്ടാക്കുമെന്നാ പറഞ്ഞു. 8, വതർക്കുൽ ലഗ്വി, നിസ്കാരത്തിനകത്തുള്ള അനാവശ്യമായ ചലനങ്ങൾ ഒഴിവാക്കുക. ആ മുടി നേരാക്കലും, പാൻറിന്റെ ബെൽറ്റ് ഇടലും, ഷർട്ട് നേരാക്കലും, ഇതെല്ലാം നേരാക്കേണ്ടത് നിസ്കാരത്തിന്റെ ഇടയിലാവരുത്. ആ ഒഴിവാക്കാൻ പറ്റാവുന്ന പരമാവധി ഷെറായ സാധനങ്ങളൊക്കെ നിസ്കാരത്തിനകത്ത് നമ്മൾ ഒഴിവാക്കി കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നർത്ഥം. 9, അവിടുന്ന് നമ്മളോട് കൃത്യമായി കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി തരുന്നുണ്ട്, നമ്മൾ ഓതുന്ന, പ്രാർത്ഥിക്കുന്ന, ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ അർത്ഥം എന്താണെന്ന് അറിയണം. എന്താ നമ്മൾ ചോദിക്കണത് നമുക്കറിയണം. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി വർസുഖ്നി വആഫിനി. ഇത് വെറും വാക്കല്ല, എല്ലാം ഉൾട്ട് ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മള് നമസ്കാരത്തിനകത്ത് സലാം വീട്ടുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ പടച്ചോനോട് ചോദിച്ചത് എന്താണ് എന്നുള്ളത് അർത്ഥമറിഞ്ഞ് ചോദിക്കുക. 10, ധൃതില്ലാതെ നിസ്കരിക്കുക. നമ്മളുണ്ടല്ലോ അലാറം വെച്ച് 2 മിനിറ്റിന്റെയും 3 മിനിറ്റിന്റെയും ടൈം കണക്കാക്കി നിസ്കരിക്കാൻ വരുന്ന സ്വഭാവം, അത് മാറ്റി 10 മിനിറ്റ് നേരത്തെ ഇറങ്ങി ഒതുണ്ടാക്കി സുന്നത്ത് നിസ്കരിച്ച് ഇമാമിനെ കാത്തു നിന്ന് ഇഖാമത്ത് കേട്ട് അതിൽ 1-ാമത്തെ സൊഫിൽ നിന്ന് അങ്ങനെ ഒരു 10 നിസ്കാരം നിർവഹിച്ചോക്ക്. പിന്നെ നമുക്ക് നമ്മുടെ നമസ്കാരത്തെ ചിട്ടപ്പെടുത്താൻ സാധിക്കും. അള്ളാഹു നമ്മുടെയൊക്കെ ഈമാനികമായ കർമ്മങ്ങളെ, ഈമാനികമായ നമ്മുടെ നേട്ടം, ഉയർച്ച നമസ്കാരങ്ങളിലൂടെ ധാരാളം ഖുശൂ അധികരിപ്പിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി ജനങ്ങളെല്ലാം മയ്യത്ത് നമസ്കരിക്കുന്നതിന് മുമ്പ് നമ്മുടെ നമസ്കാരത്തെ പരിശുദ്ധമാക്കാൻ, ഖുശൂഇൽ ഒതുക്കാൻ, തഖ്വയിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ അവരുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട്. അള്ളാഹുവേ നീ അവരുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ സഹോദരൻ മുട്ടം ഷഫീഖ് സാഹിബിന്റെ പിതാവ് ഇബ്രാഹിം ഹാജി ഇന്ന് പുലർച്ചെ രാവിലെയാണ് അദ്ദേഹത്തിന്റെ ജനാസ മറവ് ചെയ്തത്. അള്ളാഹുവേ നീ അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. രോഗികളായ ഒരുപാട് സഹോദരങ്ങളുണ്ട് റബ്ബേ, എല്ലാവർക്കും ശിഫ പ്രദാനം ചെയ്യണമേ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അള്ളാഹുവേ ഫലസ്തീനിന്റെ പോരാട്ട ഭൂമിയിൽ ഇപ്പോഴും നിഷ്കളങ്കരായ ഒരുപാട് മനുഷ്യരുടെ നടുങ്ങുന്ന വേദനകളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. ഫലസ്തീനുകാർക്ക് ആശ്വാസം നൽകണം റഹ്മാനെ. അല്ലാഹുവേ കണ്ണീരിന് നീ ഒരു ഒടുക്കമുണ്ടാക്കി കൊടുക്കണം റഹ്മാനെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ, അവർക്കിടയിലെ ഐക്യം നീ പൊളിച്ചു കളയണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
الأحياء منهم والأموات اللهم أجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا آمنا فاكتبنا مع الشاهدين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد والحمد لله رب العالمين.